27-ാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെൻഡ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്. വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വരികയാണ്. നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടേക്ക് എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾ സങ്കടത്തിൽ നിൽക്കുമ്പോൾ അത് അയാൾ സെൻഡ് ഓഫ് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു, പറയിപ്പിച്ചതാണല്ലോ. ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാന്ന്. അതായത് 3 ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ്. അത് ഞങ്ങളുടെ റൂമിൽ കുറേ ആളുകളുണ്ട്, ഞങ്ങളെ കസിൻസ് ഒക്കെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നോടാന്ന് പറഞ്ഞു, അമ്മേ ഞങ്ങൾ വന്നിട്ടോ, എൻ്റെ അടുത്തൊരാളെ കൊണ്ടുവന്നു, ഈ ആൾക്ക് ഞാൻ സെൻഡ് ഓഫ് കൊടുത്തതാണ്. പിന്നെ ഞങ്ങൾ സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വിടാണ്. 2.5 മാസത്തെ ഇതിൻ്റെ സെൻഡ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചു വിടുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനാഫ്ക എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നിർത്തുന്നില്ല. എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂപ്പരാൾ നിർത്തുന്നില്ല. ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട്, അതായത് ഏതൊരു സ്ത്രീ മൂപ്പരാളെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അർജുൻ്റെ സഹോദരൻ്റെ ഒരു നന്ദി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അതൊക്കെ എൻ്റെ കുടുംബത്തിന് അതാ പറഞ്ഞു, കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അതങ്ങനെയല്ല അമ്മേ, അവർ പറഞ്ഞത് കറക്റ്റാണ്, ഇത് ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതിന് മറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഉറപ്പുള്ളൂ. ഇതിനൊക്കെ തെളിവ് ഞങ്ങളെടുത്തു, ഞങ്ങൾ വെറുതെ പറയില്ല. അത് ഇതിന് പുറകിൽ എന്താ കേസ് അത് ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എവിഡൻസ് ഉണ്ട്, നമ്മൾ ഫുൾ എവിഡൻസ് നമ്മളുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും എല്ലാ എവിഡൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ കൃഷ്ണപ്രിയ വിളിച്ചിട്ട് പോലും എടുത്തിട്ടില്ല. ഞാനൊരു 10-20 മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒക്കെ റീഡ് ചെയ്യാൻ പോവുക. കാരണം മൂപ്പരാക്ക് ഇതിന് പിന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു ലെവലിൽ എത്തിയതിനെ കൊണ്ട് താവുന്നില്ല. എത്ര കോണ്ടാക്ട് ചെയ്തിട്ടും നിർത്തുന്നില്ല. പിന്നെ ഈ പിന്നെ കമൻറ്റുകൾ, നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ മാത്രമാണ് നമുക്ക് വരുന്നത്. ഈ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പിന്നെ വിളിച്ച് ചോദിക്കുക, ഇങ്ങനെ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അവർക്കും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ തകർന്നു പോയി, തുടക്കം മുതലേ നമ്മൾ തകർന്നു പോയപ്പോൾ നമ്മളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ചേച്ചിയും ചേട്ടനാണ്. അപ്പോൾ അവർക്കെതിരെ എന്ത് വന്നാലും നമ്മൾ പ്രതികരിക്കും.